ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അതിഗംഭീരമായൊരു അപ്ഡേഷൻ ആണ് നമ്മുടെ ചെത്താപ്പച്ച. അതിൻ്റെ ഇപ്പോൾ ഓരോരോ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ പോസ്റ്റുകളും നമ്മളെ വളരെയധികം കൗതുകമായി നിർത്തിക്കൊണ്ട് നമ്മളെ എന്താ പറയുക മുൾമുനി നിർത്തുകയാണ്. കാരണം അത്രമാത്രം മനോഹരമായുള്ള ഓരോ പോസ്റ്ററും. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ലോകം കണ്ട ഏറ്റവും വലിയൊരു കായിക ഗെയിമായിരിക്കും റെസ്ലിംഗ് എന്നുള്ളത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആർക്കും ഇഷ്ടമില്ലായക അങ്ങനെയൊന്നുമില്ല. കാരണം വെറുതെ ഒന്ന് ചാനൽ മാറ്റി പോകുമ്പോൾ അത് കണ്ടതിന് ചുമ്മാ ഒരു 5 മിനിറ്റ് ഇരുന്ന് നോക്കി പോകുന്നൊരു അങ്ങനെ നോക്കി പോകുന്നൊരു ഒരു കൂട്ടം വിഭാഗം ആളുകൾ എപ്പോഴും ഉണ്ട്. അല്ലാത്ത പക്ഷം കണ്ടിരിക്കുന്നത് അതുമാത്രം ഫാനായിട്ടിരിക്കുന്നതിൻ്റെ എന്തോരം പേരുണ്ടെന്നുണ്ട് അതിൽ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, പിന്നെ ദ റോക്ക്, ദ ജോൺ സിന, പിന്നെ ദ അണ്ടർടേക്കർ, ഹൾക്ക് ഹോഗൻ, അങ്ങനെ കുറേ അധികം പേരുകളുടെയൊക്കെ നമ്മൾ ഭയങ്കര പാഷനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടീമുകൾ. കാരണം അവരുടെയൊക്കെ ബോഡി ലാംഗ്വേജും അവർ വന്നിട്ട് ആ ഒരു പെർഫോമൻസിനൊക്കെ നടത്തുന്നത് വളരെ കൗതുകമായിട്ട് കാണുന്നതാണ്. മാത്രമല്ല നമുക്ക് ചിലർക്ക് വളരെ ഡൗട്ട് ഉണ്ടായി, ഇതൊക്കെ ശരിക്കും തന്നെ ഇടിയാണോ, ശരിക്കും തന്നെ അത് സിനിമയിലൊക്കെ ചെയ്യുന്ന ഒരു ഡയറക്റ്റഡ് ബേസിലുള്ളതാണോ എന്നൊക്കെ ചെറിയ നമുക്ക് അതിൻ്റെയൊക്കെ പേരിൽ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള WWE വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു അടിപൊളിയാണ്. കാരണം അതിൻ്റെ പേര് തന്നെ ഭയങ്കര രസമാണ്. ഈ സിനിമയെക്കുറിച്ചിട്ട് അവർ പറയുന്നത് തന്നെ ഭയങ്കര, അതാണ് ദ റിംഗ് ഓഫ് റൗഡീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെത്താപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ്. പക്ഷേ അതിൽ അഭിനയിക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക ഉണ്ടെന്ന് പറയണ്ടായി. മമ്മൂക്ക എന്ന് പറയുന്നത് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ കൂടിയാണ് വരുന്നതെന്ന് പറയുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ ഈ പിള്ളേർക്ക് കോച്ചിങ് കൊടുക്കുന്ന ഒരു മട്ടഞ്ചേരിക്കാരനായ ഒരു കോച്ചറായിട്ട് അദ്ദേഹമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ മമ്മൂട്ടി എന്ന വ്യക്തിയുടെ ആ ഒരു രൂപവും അദ്ദേഹം എങ്ങനെയാണ് ഒരു കോച്ചായി വന്നിട്ട് ആ പിള്ളേരെ പഠിപ്പിക്കുന്നതും അതും ഒരു മട്ടാഞ്ചേരി ബേസിലായിട്ടുള്ളൊരു സ്ലാങ്ങൊക്കെ പിടിച്ച് എങ്ങനെയാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യാൻ പോകുന്നത്, അതൊക്കെ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സിനിമ ജനുവരി 22 റിലീസ് ചെയ്യുന്നത്. ഇതിന് ഡയറക്ടറായിട്ട് വരുന്നത് നമ്മുടെ അദ്വൈത് നായരാണ്. ഇത് ഒരു 2.25 മണിക്കൂറോളം ഈ സിനിമ റൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിനിമാഗ്രാഫറായിട്ട് നമ്മൾ നിൽക്കുന്നത് സുദീപ്, എലമോനും, അനിന്ത്, സിയും, അങ്ങനെ കുറച്ച് ടീംസായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ അത് ഏത് ജോണറിലാണ് വരുന്ന ആക്ഷൻസിൻ്റെ വരും, കോമഡി വരും, അഡ്വഞ്ചർ, ഡ്രാമ, അങ്ങനെ കുറേ അധികം വരുന്നുണ്ട്. നമ്മുടെ ഇതിൽ മ്യൂസിക് ഡയറക്ടറാണ് ഏറ്റവും കൗതുകമായിരിക്കും. ശങ്കർ ഉണ്ട്, പിന്നെ എയ്സൻ ജോയ് ഉണ്ട്, പിന്നെ മുജീബ് നമ്മുടെ സ്വന്തം ആളുണ്ട്. മറ്റേ ഈക്കോലും കിഷ്കിൻ്റെ കാലത്തിലേക്ക് വന്നിട്ടുള്ള, പിന്നെ കളങ്കാവിലൊക്കെ വന്നിട്ടുള്ള മുജീബാണ്. അപ്പോൾ എന്തായാലും സിനിമയുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം ഒരു ആദ്യമായിട്ട് കേരളത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ മോളിവുഡിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ വരുന്നതൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നു. കാരണം ഇത്രയും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള WWE അതിൻ്റെ ഒരു കഥാപശ്ചാത്തലം വെച്ചിട്ട്. പക്ഷേ നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടത് പ്രാധാന്യമാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റാർ കാസ്റ്റിംഗ് അല്ല ഇവിടെ. സ്റ്റാർ കാസ്റ്റിംഗ് പറയുന്നത് നമ്മുടെ സ്വന്തം കഥയും തിരക്കഥയും പിന്നെ ഡയറക്ഷനൊക്കെ വരുന്നത്. അതിലേക്ക് എങ്ങനെ നമ്മുടെ ആക്ടേഴ്സ് എത്ര വലിയ മോശമോ അത്ര വലിയ പുള്ളിയാണെങ്കിലും ആക്ടേഴ്സ് അതിലേക്ക് ആപ്റ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സിനിമയിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ സ്വന്തം മമ്മൂട്ടി എന്ന് പറയുന്ന ആളുടെ ആ ഒരു കുറേ നമ്മുടെ ഫാൻ മെയ്ഡ് പോസ്റ്റ് അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ലുക്കെന്ന് പറഞ്ഞാൽ പക്ക വെറൈറ്റി. എനിക്കത് കണ്ടപ്പോൾ ഇങ്ങനെ എങ്ങനെയായിരിക്കും ഈ മട്ടാഞ്ചേരി ബേസിൽ ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യുക എന്നതിന് എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത്തരം കൗതുകം തന്നെ ഉണ്ടായിരിക്കും. കാരണം മമ്മൂട്ടി പോലൊരു ആക്ടർ ഒന്നും കാണാതെ ഒരു സിനിമയിലും കയറി അഭിനയിക്കില്ല എന്ന കാര്യം നമുക്കറിയാലോ. ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഡയലോഗുണ്ട്, ഇപ്പോൾ ഏറ്റവും ട്രെൻഡായി പോകുന്നത് മമ്മൂട്ടിയാണ് അറിയാലോ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മമ്മൂട്ടി എന്ന ആക്ടർ മാറി. അപ്പോൾ എന്തായാലും ഇതിൽ മറ്റു ആക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മറ്റേ റോഷൻ മാത്യു ഉണ്ട്, പിന്നെ അർജുൻ അശോകനുണ്ട്, പിന്നെ വൈശാഖ് ഉണ്ട്. ഇവരൊക്കെ തന്നെ നല്ല ആ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ വളരെ കൗതുകമായി തോന്നി. കാരണം അതിൽ എങ്ങനെയാണ് ഇവർ ഓരോരുത്തരും അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു ആക്രോശിച്ചിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ആ ഒരു ട്രെയിലറോ ടീസറോ എന്തായാലും അതിൻ്റെ ആ ഒരു റേഞ്ച് നമ്മളെ എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു പിടിച്ചിരുത്തുന്ന ഒരു സംഭവം അത്ര ഒരു അതിന് വന്നിട്ടുള്ള ട്രേസറിന് അത്രയും നമ്മളെ പിടിച്ചിരുത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ ചെത്താപ്പച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം 2026 അടിച്ചിടാൻ വരുന്ന ഒരു പടമായിട്ടാണ് വരുന്നത്. കാരണം അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷമായിട്ട് മുമ്പ് വരെ മറ്റേ നമ്മുടെ ക്യാമിയ റോളിൽ വന്നിട്ടുള്ള മമ്മൂട്ടി വന്നിട്ടുള്ള റോസിൻ്റെ ജയറാമായിട്ടൊരു സിനിമ വന്നപ്പോൾ അതിലും ക്യാമിയ റോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൻ ഹിറ്റായിരുന്നു. ഒരു വർഷം തുടക്കത്തിന് ആദ്യം തന്നെ ക്യാമിയ റോൾ, പിന്നെ അതിനുശേഷം വന്ന സിനിമകളിൽ തന്നെ നായക റോളും അതൊക്കെ തന്നെ വൻ ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് തോന്നുന്നു. 2026 നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം വരുന്നു, ക്യാമിയ റോളിൽ വരുന്നു, പിന്നെ അതിനുശേഷം വരാൻ പോകുന്ന സിനിമകളെല്ലാം തന്നെ മോട്ടർ വെറൈറ്റിയാണ്.
അപ്പോൾ എന്തായാലും സിനിമ എന്ന് പറയുന്നത് നമ്മളങ്ങോട്ട് പിടിച്ചിരുത്തുകയല്ല, നമ്മളങ്ങോട്ട് കോരി തരിപ്പിക്കും. തിയേറ്ററിൽ ഇടിയും പുഴവും അടിയും ഒക്കെ ആയിട്ടുള്ള പരിപാടിയായിരിക്കും. കാരണം ആ ഒരു 2.25 മണിക്കൂർ നമ്മളെ കൊണ്ട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും എല്ലാ സാധനവും ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഇപ്പോൾ ജോണർ അങ്ങനെയാണ്. അതിൽ ഡ്രാമയുണ്ട്, ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ കോമഡിയുണ്ട്, ആക്ഷൻ്റെ, അഡ്വഞ്ചറിൻ്റെ എല്ലാം ഉണ്ട്. ഒരിക്കലും കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്വൈത് നായർ എന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് നോക്കണം. കാരണം അദ്ദേഹം ഒരു പുതിയ ഡയറക്ടറാണ് തോന്നുന്നു, അതിന് അഹങ്കാരനായിരിക്കും. എന്തായാലും മമ്മൂട്ടി എന്ന ആക്ടറും ഈ ചെറിയ കുട്ടികളും എന്ന് വെച്ചാൽ പിള്ളേരും നമ്മുടെ വേറൊരു കുഞ്ഞു പിള്ളയും കൂടിയായി മമ്മൂട്ടിയും കൂടിയിട്ട്. കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രായം തോന്നിക്ക് എനിക്കൊന്ന് റോഷൻ മാത്യു തോന്നുന്നു. മമ്മൂട്ടിയൊക്കെ റോഷനേക്കാളും ചെറുതായിട്ട് വരാൻ സാധ്യതയുള്ളൂ, കാരണം പ്രായത്തിൻ്റെ കാര്യത്തിൽ. കാരണം അങ്ങനെയുള്ള പരിപാടി. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രായമല്ലല്ലോ ഇവിടെ കാര്യം. അപ്പോൾ എന്തായാലും ചത്താ പച്ച എന്ന് പറയുന്നത് മ്യൂസിക്കൽ കൊണ്ടും ഇല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി കൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയും പോരും വെടിയും സ്ക്രിപ്റ്റ് എല്ലാം കൊണ്ടും പടം ഒരു ഒന്നൊന്നൊന്നൊന്നൊന്നര ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതിൻ്റെ ഓരോ പോസ്റ്റുകളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മലയാളത്തിലാണ് ഇങ്ങനെയൊരു പടം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ശങ്കർ തന്നെ പറയണ്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞു ഇതൊരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് വരാൻ പോകുന്നത്. പക്ഷെ അതിൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള വർക്കാണ് ഈ പിള്ളേർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ഗംഭീരമാണ്, എനിക്ക് തന്നെ ഭയങ്കര ഇൻസ്പയർഡായി എന്നൊക്കെ പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ ചില ഒരു എന്താണ് റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു, ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കിടക്കാച്ചി ഐറ്റംസ് ആയിരിക്കും. ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ വലിയ കൗതുകമാണുള്ളത്. അപ്പോൾ എന്തായാലും പടങ്ങൾക്ക് കിടക്കാച്ചി ആയിക്കോട്ടെ, നമ്മളെന്തായാലും തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കാണും. അത് യാതൊരുവിധ എന്ത് തന്നെ ഈ ലോകം സംഭവിച്ച് നമ്മൾ ഫസ്റ്റ് ഡേ കാണും. കാരണം മലയാളത്തിൽ വരാൻ പോകുന്ന റെസ്ലിംഗ് സിനിമ, അതും ലോക്കലൈസ്ഡ്, അതും കൊച്ചി ബേസിൽ, കൊച്ചിയിൽ തന്നെ മട്ടാഞ്ചേരി ബേസിൽ വരുമ്പോൾ തന്നെ പടം റേഞ്ച് മാറും. കാരണം ആ റേഞ്ച് മാറ്റും. ചിലപ്പോൾ മമ്മൂട്ടി എന്ന വ്യക്തി മട്ടാഞ്ചേരി സ്ലാങ്ങിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മാത്രമേ പറയത്തുള്ളൂ. ചിലപ്പോൾ ഓൺ സ്ക്രീനിൽ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വരികയെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതായത് ചത്താ പച്ചയിൽ നമ്മുടെ അർജുന അശോകന് ഓൾറെഡി എക്സ്പീരിയൻസാണ്, മമ്മൂട്ടി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് നമ്മുടെ ബ്രഹ്മയുഗത്തിൽ. ബാക്കിയുള്ള പിള്ളേർക്ക് എല്ലാം തന്നെ ബോണസാണ്. റോഷനൊക്കെ ശരിക്കും പക്ക ബോണസാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ബാക്കി എല്ലാ ആക്ടേഴ്സിനും കളിലും ഭയങ്കര ബോണസാണ്. ഇതിൽ വില്ലനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വൈശാഖ് തന്നെയാണ്, ചെറിയനായിട്ട് ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ട്രേസറിൽ തന്നെ അദ്ദേഹം പറയുന്നത് വില്ലനിസം ആണോ, ഐ എം വില്ലൻ എന്ന് പറഞ്ഞൊരു ഭയങ്കര രസമുള്ളൊരു ഡയലോഗ് അടിച്ചത് ആ പടത്തിൻ്റെ ആ ടീസറിനെ കൊണ്ട് അവസാനിപ്പിക്കുന്ന സീനുണ്ട്. അത് ഭയങ്കര ഗംഭീരമായിരുന്നു. കാരണം ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ടീസറിൽ കട്ട് ചെയ്ത് തന്നെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള കട്ടിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിലും ഇത്രയും സമയമുള്ളൂ. ആദ്യം 3-4 മണിക്കൂറൊന്നുമില്ലല്ലോ, വേറെ 2.25 മണിക്കൂർ പടം എവിടെയെന്ന് പോകുന്നൊരു ലെവലാണെന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം അത്ര മനോഹരമായുള്ളൊരു സിനിമയാവാൻ ചാൻസ്. കാരണം ആ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സ് തോന്നിയത് ഗംഭീരമായിരിക്കും. അത് യാതൊരു കോംപ്രമൈസും ചിലപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാം പെർഫെക്റ്റായി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, എന്തായാലും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബായ്. എല്ലാം നിങ്ങളും പോയി തിയേറ്റർ ആദ്യ ദിവസം ഷോ കാണൂ, കോരിത്തരിക്കൂ, എൻജോയ് യുവർ ലൈഫ്. ഓക്കെ, ബൈ, സീ യു.